വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ്. ഓ, വല്ലാത്തൊരു ഫീലിംഗ് ആണ് മാൻ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫീലിങ്സേ. അതിനകത്ത് മല്ലിക ബാണന്റെ അമ്പുകളോ അത് എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ടോക്ക് വിത്ത് നിതികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മഹത് വ്യക്തിനെയാണ്. അപ്പോൾ എങ്ങനെയാ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്തറിയാം. 2008 ഹാപ്പി എന്ന് പറഞ്ഞ പടമുണ്ട് അല്ലു അർജുൻ്റെ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അദ്ദേഹമാണ് ഈ അല്ലു അർജുനെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർക്കും അറിയത്തില്ല അല്ലു അർജുൻ ആരാണ് എന്താണോ എന്നറിയത്തില്ല. ഹാപ്പി അടിപൊളി ലുക്കായാൽ ഹാപ്പി, ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ആണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് ഒരു പടത്തിന് വേണ്ടിയിട്ട്. ഈ ചാൻസ് ചോദിക്കുക എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് വേണ്ടെന്ന് വെച്ചാൽ. പിന്നീട് വന്ന പാട്ടുകളെല്ലാം എന്നെ തേടി വന്ന പാട്ടുകളാണ്. ചേട്ടനത് എപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ തന്നെ വേണം ഈ വരികൾ? അങ്ങനെ ആ ഒരു മല്ലിക ബാണന്റെ അമ്പുകൾ, മല്ലിക ബാണന്റെ മകൾ എഴുതാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സീരിയസ് ആകും. വടക്കേ അറ്റം മൂകാംബിക മുതൽ ഇങ്ങ് തെക്കേ അറ്റത്ത് കന്യാകുമാരി ദേവി വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ചേട്ടന്റെ ഒരു കാര്യം ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പറയാമോ? ഇഷ്ടമല്ലാത്തത് പോരട്ടെ, എനിക്കറിയാൻ വേണ്ടി ഇങ്ങനെ വെമ്പി നിൽക്കും. ഞാൻ ആലോചിക്കാം, കുറേ എല്ലാം ഉണ്ട്, ഒരെണ്ണല്ലേ പറയാൻ പറ്റുള്ളൂ. കുറച്ച് ലേറ്റ് ആയി പോയി. സിച്ചേട്ടൻ്റെ വീട്ടിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ സിച്ചേട്ടൻ ഇവിടെ ഉണ്ടോന്ന് നോക്കാം. സിച്ചേട്ടാ, ഞങ്ങൾ എത്തി. വരൂ, കേറി വരൂ. സുഖമായിട്ടിരിക്കണോ? സുഖം. ഇരിക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സിജു ചേട്ടൻ്റെ വീട്ടിലാണ്. ഈ സിജു തുറവൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേറെ ആരുമല്ല, നമ്മൾ അല്ലു അർജുൻ്റെ മിക്ക സിനിമയുടെയും മലയാളം പാട്ടുകളുടെ വരികൾ എഴുതിയ നമ്മുടെ സ്വന്തം സിജു ചേട്ടനാണ്. സിജു ചേട്ടനോട് ഭാര്യയുണ്ട്, ഭാര്യ ശ്യാമ എന്നാണ് പേര്. അപ്പോൾ രണ്ടുപേരും ഞാൻ സ്വാഗതം ചെയ്യണം. ഈ കുറേ വലിയ രീതിയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞത്. ഇത് വലിയൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തിട്ട് വിശേഷം? നല്ല വിശേഷം. സുഖം. എന്തുണ്ട് ഫീലിങ്സ്? പുഷ്പ 2 ഇറങ്ങിയതിന്റെ ഒരു എന്താ ഫീലിങ്സിന്റെ ഫീലിങ്സില. ഫീലിങ്സിന്റെ അങ്ങ് അറ്റത്ത് നിൽക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ ഹാപ്പി, അതല്ലേ, കൃഷ്ണ, ബണ്ണി, ലൈഗർ, ബദ്രിനാഥ്, അങ്ങനെ ഒരുപാട് സിനിമയുടെ മലയാളം വരികൾ എഴുതിയ നമ്മുടെ സ്വന്തം ചേച്ചേട്ടൻ. പുഷ്പ 2 നമ്മുടെ ഹിറ്റായ ഫീലിങ്സിലെ എന്താണ്? മല്ലിക ബാണന്റെ അമ്പുകളോ, പാടിക്കോ. കൺമുനത്തുമ്പുകളോ. നമ്മുടെ ഫീലിങ്സ്, നമുക്കതിന്റെ ആ 8 വരികൾ ശ്യാമ ചേച്ചി പാടുമോ? മല്ലിക ബാണന്റെ അമ്പുകളോ, കൺമുനത്തുമ്പുകളോ, അമ്പിളിപ്പൂ നിലനാമ്പുകളോ, പുഞ്ചിരിത്തുമ്പികളോ, മുല്ല മലർമണിച്ചെണ്ടുകളോ, നിന്മണിച്ചുണ്ടുകളോ, തേന്തിരഞ്ഞെത്തുന്ന വണ്ടുകളോ, പൂങ്കിനത്തുണ്ടുകളോ. അടിപൊളി ഫീലിങ്സ്. നേരത്ത് പത്തിലൊരുത്തിരി മുന്നേ നേരത്ത്, ഉറങ്ങുന്ന നേരത്ത്, ഉണരുന്ന നേരത്ത്, ഒന്നുമേ ചെയ്യാതിരിക്കുന്ന നേരത്ത്, കൈവിരൽ മുട്ടുന്ന നേരത്ത്, കാലുകൾ തട്ടുന്ന നേരത്ത്, ഓരോരോ നേരവും നീയുള്ള നേരത്ത്, വന്നല്ലോ ഫീലിങ്സ്, വന്ന് കൊള്ളുന്നല്ലോ ഫീലിങ്സ്. അടിപൊളി, സൂപ്പർ, രക്ഷയില്ലാടാ. അടിപൊളി. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? അത് എവിടെ നിന്ന് വരുന്നു ചോദിച്ചാൽ ഏതൊരു ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ വരുന്നു. ചേട്ടനത് എപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ തന്നെ വേണം ഈ വരികൾ? അങ്ങനെ
ആ ഒരു മല്ലികാബാണന്റെ അമ്പുകൾ. മല്ലികാബാണൻ്റെ മകൾ എഴുതാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സീരിയസ് ആവും. ഓ ഒരു സീരിയസ് സീരിയസ് അതായത് ഞാൻ ചെന്നൈയിൽ പോയി, ഇതിൽ 3ാമത്തെ പാട്ടുണ്ട് കിസുക്ക്. ആ കിസുക്കൊക്കെ എഴുതിയിട്ട് ഇവിടെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ദേവിശ്രീ പ്രസാദ് സാറുണ്ടല്ലോ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, സാറിൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടക്കി വാട്സപ്പിൽ. ഞാൻ എണീറ്റോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഫസ്റ്റ് കണ്ടപ്പോൾ സാർ ഞാൻ എണീറ്റ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ സാറിൻ്റെ കോൾ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ നമുക്കൊരു ഉഗ്രൻ സർപ്രൈസ് ഉണ്ട് ഇതിൻ്റെ അത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ, എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയി. സാറിങ്ങനെ വളരെ അപൂർവമായിട്ട് എന്നെ ഇങ്ങനെ ഡയറക്റ്റ് വിളിക്കാറുള്ളൂ, സാധാരണ മാനേജറെ വിളിക്കുന്നു. സാർ എന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീലിംഗ് സോങ്സ് ഇല്ലേ, അന്ന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് അന്ന് പോകുന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞ് തന്നു വിട്ടു. അതായത് ഇതിൻ്റെ ഡബ്ബിങ് വെർഷൻ എഴുതാൻ. അതിൽ നമുക്ക് ഇതിൻ്റെ ഒരു മലയാളം വെർഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 8 വരി മലയാളം പാട്ട് എഴുതി തരുമെന്ന് പറഞ്ഞു, മലയാളം വരികൾ. ഭയങ്കര എക്സൈറ്റഡ് ആയപ്പോൾ ഞാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അവസരമല്ലേ കിട്ടുന്നത്. തെലുങ്ക് മൂവിയിൽ ഡയറക്റ്റ് മലയാളം വരികൾ, അതായത് അതിൻ്റെ തെലുങ്ക് പാട്ട് വരികൾ എഴുതുന്നത് ചന്ദ്രബോസ് സാറാണ്, ഓസ്കാറൊക്കെ കിട്ടിയ RRR പാട്ടിന്. അപ്പോൾ സാറിൻ്റെ ഒപ്പം എഴുതുക. പിന്നെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ നാടോടിക്കാറ്റിലെ കരകാണ കടലമേൽ എന്ന് പറഞ്ഞ പോലെ ഒരു എക്സ്പ്രഷൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. കാര്യം ഞാൻ പെട്ടെന്ന് അതിശയപ്പെട്ടു പോയി, ഇത് സത്യമാണോ എന്നൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അത് സാറ് എഴുതിയിട്ട് ഒരു 12 മണിക്കുള്ളിൽ ഉച്ചയ്ക്ക് രാവിലെ വിളിക്കുകയാണ്. 12 മണിക്കുള്ളൊരു 3 ഓപ്ഷൻ എഴുതി എനിക്ക് അയച്ചു തന്നെന്ന് പറഞ്ഞു അർജൻറ്റായിട്ട്. ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നൊരു പതിവുണ്ട് എനിക്ക്. രാവിലെ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിന്നപ്പോൾ സാറ് വിളിച്ചത്. പോകണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം പോവാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഷട്ടിൽ കളിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് കളിക്കാൻ നേരത്ത് എൻ്റെ മനസ്സിൽ മൊത്തം ഈ ട്യൂൺ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഒപ്പം. അപ്പോൾ ഈ അടിക്കുന്ന ഷോട്ടുകളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ മനസ്സ് മൊത്തം ഇതാണ്. മ്യൂസിക് സാർ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ഈ ട്യൂണിങ്ങിന് കടന്ന് കളിച്ചോണ്ടിരിക്കുക. അപ്പോൾ അതിനൊപ്പം ഇത് ഈ വരികൾ കണ്ടെത്തുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന വരികളായത്. ഈ സിറ്റുവേഷൻ എനിക്കറിയാം ആൾറെഡി അറിയാം. അപ്പോൾ അതനുസരിച്ച് ഈ മല്ലികാബാണൻ്റെ അമ്പുകൾ, അതായത് ഈ പുഷ്പയും ശ്രീവല്ലിയും തമ്മിലുള്ളൊരു സിനിമ കണ്ടവർക്കറിയാം, അവർ തമ്മിലുള്ള റൊമാൻസിൻ്റെ ഒരു സംഭവമാണ് ഈ പാട്ട്. അപ്പോൾ അതിൽ ഈ സ്റ്റാർട്ടിങ് 8 വരിയും തുടങ്ങി ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് അവസാനം വരെ ഈ വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു മല്ലികാബാണന്റെ അതിപ്പോ നമുക്ക് റീൽസിൽ ഒരുപാട് പേര് അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത് ട്രെൻഡിങ് ആയി. ഈ ഫീലിങ്സോ അതല്ല, അത് മല്ലികാബാണന്റെ അമ്പുകളാണ്. അത് എല്ലാരും ആ സ്റ്റെപ്പും അതെ, ആ സ്റ്റെപ്സ് അതൊരു ഹൂക്ക് സ്റ്റെപ്പായി ഇപ്പൊ. അപ്പൊ എല്ലാരും അത് തന്നെ ചെയ്തു. അപ്പൊ ചേട്ടനത് എന്ത് തോന്നുന്നു? ഇത് ചേട്ടന്റെ ഒരു പാട്ട് ഇങ്ങനെ റീൽസിൽ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഒരു വലിയ ഫീലിങ്സാ. അതല്ല ഫീലിങ്സ്, ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഫീലിങ്സ് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ മലയാളി മാത്രമല്ല, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെയും ഇതൊരു നമ്മുടെ ഇന്ത്യ മുഴുവൻ റിലീസ് ചെയ്തൊരു സിനിമയാണല്ലോ ഇത്, പുഷ്പ 2 എന്ന് പറയുന്നത്. അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ, അമേരിക്ക, ജർമ്മനി, കാനഡ, എവിടെ നോക്കിയാലും ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും, റഷ്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇവിടെയുള്ളവർ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വരികൾ തന്നെയാണ് എല്ലാ ലാംഗ്വേജിലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പാട്ടിന്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം നമുക്ക് ചേട്ടൻ എത്രയോ വർഷങ്ങളായി പാട്ട്, അല്ലു അർജുന്റെ 18 സിനിമകളിൽ വരികൾ എഴുതി. അപ്പൊ അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ, പിന്നെ ഒരു എനിക്കൊന്ന് ചേട്ടനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു ഫീലിങ്സിന്റെ ഈ ഒരു 8 വരി. അതുപോലെ തന്നെ നമ്മുടെ കിസുക്ക്, ഈ വരി അതിനകത്ത് കുറെ എഴുതിയിട്ടുണ്ടല്ലോ. കിസുക്ക് ഒരുപാട് കുറേ പേര് ട്രോൾ ചെയ്തൊരു പാട്ട് കിസുക്ക് എന്ന് വെച്ചാൽ. അത് കാര്യം ട്രോൾ ചെയ്യാനായിട്ട് എനിക്കറിയാം, ട്രോള് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം ഇവർക്ക് എന്താണ് കിസുക്ക് എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം ഈ ട്രോൾ ചെയ്യുന്നവർക്ക് അറിയില്ല. സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എഴുതാൻ നേരത്ത് എനിക്കും ഈ സംശയമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ സാറിനോടൊക്കെ ഞാൻ പറഞ്ഞു,
സാർ ഇത് അതായത് എടാ 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 മാമൻ വന്നു എടാ എന്നല്ല തുടങ്ങുന്നത്. അപ്പം അത് നിങ്ങൾ തമിഴ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം മീനിങ് തന്നെ, എല്ലാ ലാംഗ്വേജിനും സെയിം മീനിങ്. അല്ല അത് ചേട്ടൻ വന്നു എല്ലാം എല്ലാ ലാംഗ്വേജിനും സെയിം മീനിങ്. അപ്പം ഈ അവസാനം അതിൻ്റെ ആ പല്ലവി അവസാനിക്കുന്ന സ്ഥലത്ത് അറിയാതെ ഈ കിസുക്കുകൾ നീ പുറത്ത് വിട്ടെന്നാൽ ടപ്പേ നടി വരുമേ ടപ്പേ നടി വരുമേ എന്നാണ്. ആദ്യം ആക്ച്വലി മനസ്സിലായില്ലായിരുന്നു ഇത് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ടപ്പേ അടി വരും. പിന്നെ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ടപ്പേ അടി വരുമേ എന്നാണ്. ഈ പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അത് അങ്ങനെ വേണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാര്യം എല്ലാ വരികളും അതേ സെയിം മീനിങ്ങിൽ തന്നെ വരണം, മനസ്സിലായോ? അപ്പോൾ നമ്മളങ്ങനെ തന്നെ എഴുതണം മലയാളത്തിലും. ഇപ്പം ഞാൻ ഈ കിസുക്കുകൾ എന്ന് പറയുന്നത് ഈ പാട്ട് സിനിമ ഇറങ്ങാതെ പുറത്ത് വിടുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, എന്താണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. പക്ഷെ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ഒപ്പിരുന്ന് കണ്ടവരും അല്ലാതെ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഫോണിൽ വിളിച്ചിട്ടൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കണക്ട് ആയത്. എടാ എടറാ എടറാന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ വന്നു ഇടറാ കിസ് 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ 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 എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോട്ടോ എടുക്കാനാണ് പറയുന്നത്. അതായത് ഒരു സിനിമയിൽ ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീവല്ലിയുടെ പിറന്നാളിൻ്റെ ദിവസം അവിടെ ഒരു പാർട്ടി നടത്തുന്നു. അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു ട്രോളായിട്ടാണ് ആ പാട്ട് വരുന്നത്. ഇതൊരു പറഞ്ഞ കോമഡി ഐറ്റം സോങ്, ഇത് ഒരു ഫണ്ണി ഐറ്റം സോങ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയ പാട്ടത്. ചേച്ചി ഈ ചേട്ടൻ ഇങ്ങനെ എഴുതുമ്പോൾ പോയി ശല്യപ്പെടുത്താറുണ്ടോ? ഇല്ല, പിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അഭിപ്രായം അതായത് എനിക്ക് ഞാൻ ആദ്യം ഏത് പാട്ട് എഴുതിയാലും ആദ്യം അഭിപ്രായം ചോദിക്കുന്ന ശ്യാമയുടെ പാട്ട്. ഇപ്പൊ ഞാൻ ചെന്നൈയിലാണ്, എവിടെ ചിലപ്പോൾ ചെന്നൈ ഇരുന്നായിരിക്കും എഴുതുന്നത്, അല്ലെ ഹൈദരാബാദ് ആയിരിക്കും. എവിടെ ഇരുന്ന് എഴുതിയാലും ഞാൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ശ്യാമയുടെ ആദ്യം ഇങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ട് ഈ വരികൾ. പ്രത്യേകിച്ച് പാട്ടുകാരിയാണല്ലോ. വരികളൊക്കെ എഴുതുമ്പോഴേ തന്നെ അറിയാം ഇത് അങ്ങനെ ആൾക്കാര് പറയാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചേട്ടനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ വേണം എന്ന് പറയാം. അപ്പൊ എന്നോട് ചോദിക്കുന്നത് പ്രശ്നമാകോ ഇതിവിടെ, കുഴപ്പമൊന്നുമില്ല, അതിനിപ്പം പ്രശ്നമായാലും പ്രശ്നമില്ല. ഇല്ല, ഒരുപാട് ഡബ് മൂവീസ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം തെലുങ്ക് തമിഴ് അങ്ങനെ ഇഷ്ടംമാതിരി ഡബ് മൂവീസ് ഈവൻ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലോട്ട് ഡബ് ചെയ്യുന്നുണ്ട്. പക്ഷേ വരികൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെവി പൊത്തിപ്പോകുന്ന അവസ്ഥയാണെന്ന് വെച്ചാൽ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ സിനിമയായിരിക്കും, നമ്മളെ കണ്ടാക്കി പോലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തുറന്നു പറയുന്നത് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അതായത് വരികൾ പോയിട്ട് ആ മ്യൂസിക് അല്ലെങ്കിൽ പാടിപ്പിക്കുന്നത് പോലും വേസ്റ്റാണ് ഉള്ളതാണ്, നമുക്ക് കേൾക്കാൻ പോലും ഇഷ്ടമല്ല. പക്ഷേ ചേട്ടൻ എഴുതിയ വരികൾ ഉൾപ്പെടെ അത് ആ ലിപ്പിൻ്റെ ആ സിങ്ക് ആവുന്നത് പോലെ കറക്റ്റായിരിക്കും. അതെങ്ങനെയാണ് ഈ ലിപ്പ് ചേട്ടൻ കണ്ടിട്ടായിരിക്കുമല്ലോ ചേട്ടൻ എഴുതില്ലേ, അതെങ്ങനെ അത്ര കറക്റ്റ് ആവുന്നു? അതായത് ലിപ്പ് അനുസരിച്ച് എങ്ങനെ എഴുതുന്നു. അതായത് എനിക്ക് ഈ ലിപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 2008 ഹാപ്പി എന്ന് പറഞ്ഞ പടമുണ്ട് അല്ലു അർജുൻ്റെ, അതിലാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. ഈ എൻ്റെ എൻട്രി സിനിമയിലേക്കുള്ള എൻട്രി, അതൊരു ഡബ്ബിങ് സിനിമ. അത് ഖാദർ ഹസൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു. അദ്ദേഹമാണ് ഈ അല്ലു അർജുനെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർക്കും അറിയത്തില്ല അല്ലു അർജുൻ ആരാണ് എന്താണോ എന്നറിയത്തില്ല. അങ്ങനെ എന്നെ ജോണി സാരിക എൻ്റെ നമ്പർ കൊടുത്തിട്ട് പുള്ളി വിളിക്കണം. അങ്ങനെ വിളിച്ച് ഞാൻ അവിടെ ചെല്ലുന്നു. ഹാപ്പിയിൽ എഴുതാൻ നേരത്ത് ഈ TV സ്ക്രീനിൽ ഈ പാട്ടിങ്ങനെ ഇട്ട് തരിക, അതായത് ഹാപ്പി അടിപൊളി ലുക്കായാൽ ഹാപ്പി, ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ആണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത് ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ ഈ അല്ലു അർജുൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ എഴുതും ദൈവമേ. കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. പക്ഷേ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുറേ പാടുപെട്ട ഇത് എഴുതിയത്. എനിക്ക് തോന്നുന്നത് ഒരു 1.5 ദിവസം ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒറ്റ പാട്ടിന് വേണ്ടിയിട്ട് ചലഞ്ചായിട്ട് ഇങ്ങനെ എടുത്ത് എന്തായാലും ഞാൻ ഇത് എഴുതും എന്നുള്ളൊരു ചലഞ്ച്. അതിന് എഴുതി എനിക്കിപ്പോൾ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് ഏകദേശം മനസ്സിലായി. ഈ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾ ഈ നമ്മൾ ഉച്ചരിക്കാൻ നേരത്ത് ഇങ്ങനെ മുട്ടുന്ന അക്ഷരങ്ങളുണ്ട് ചുണ്ടുകൾ തമ്മിൽ. പ ഭ പായ് പ ബായ് ഭ മ, അങ്ങനെ അതെല്ലാം ചുണ്ടിങ്ങനെ മുട്ടും. അതിൻ്റെ ടെക്നിക്കാണ്, അതിൻ്റെ അകത്ത് കുറേ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഓപ്പണായിട്ടുള്ള കുറേ അക്ഷരങ്ങളുണ്ട്, നമ്മുടെ ചുണ്ടിങ്ങനെ അകന്നു പോകുന്ന അക്ഷരങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പതുക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ ആ പാട്ട് എനിക്ക് തോന്നുന്നു ലിപ്പനുസരിച്ച് എഴുതാൻ പറ്റി എനിക്ക്.
അത് കംപ്ലീറ്റ് ആയി ഓരോ 1.5 ദിവസം കൊണ്ട്. അപ്പോൾ ഹാപ്പി അടിപൊളി ലുക്കായൽ ഹാപ്പി ആ പാട്ട് ഞാൻ എഴുതി കഴിഞ്ഞു. അതപ്പോൾ അത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമായി. ബാക്കി പാട്ടും കൂടി എഴുതാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 6 പാട്ടാണ് സിനിമയിലുള്ളത്. 2 പാട്ട് ആൾറെഡി എഴുതി കഴിഞ്ഞാണ്. അപ്പോൾ ഈ 4 പാട്ടിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ അതും എഴുതി. അതിലൊരു പാട്ടാണ് അഴകേ നീ എന്നെ പിരിയല്ലേ. ഓ അത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതെ അതെ. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ലിപ്പില്ല. പിന്നെ ജാസ് ചേട്ടൻ പാടിയ ചിരിച്ചു കൊഞ്ചുന്ന വണ്ടി എന്നൊരു പാട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ ചൽ 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 മേരെ സാഥി അൻവർ സാദത്ത് പാടി. അത് ഈ പ്രേമലു സിനിമയിലൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ നായികയെ അവിടെ ഹൈദരാബാദിലുള്ളൊരു ലൈഫിൽ അതിൽ ജസ്റ്റ് പാടുന്നുണ്ടോ അല്ലേ ശ്യാമേ? ഈ അഴകേ നീ പിരിയല്ലേന്ന് ചേച്ചി ഒരു 4 വരി പാടാമോ? അഴകേ നീ എന്നെ പിരിയല്ലേ, ഒരു നാളും മറയരുതേ, കരളേ നീ കരയരുതേ, ഇവിടെ മഴവിൽ കൂട്ടിൽ തനിയേ ഞാൻ തേങ്ങുന്നു, ഇനിയും നിൻ പരിഭവമരുതേ, വരുമോ എൻ തേൻകുയിലേ. ഓ അടിപൊളി. വേണ്ട ഇനി കൂടെ ആരാ ഇരിക്കണേ? ഒരാൾ എഴുതുന്നു, ഒരാൾ പാടുന്നു, മ്യൂസിക് ഒരാളെ കിട്ടിയാൽ മതിയല്ലേ. ചേട്ടൻ എഴുതിയ പാട്ടുകൾ തിയേറ്റർ റിലീസും പിന്നെ അതുപോലെ അല്ലാതെ നമ്മുടെ നമ്മുടെ ടെലിവിഷൻ റിലീസും ഉണ്ടാവുമല്ലോ, അത് തമ്മിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പുഷ്പ ഒക്കെ ഇറങ്ങിയത് തിയേറ്ററിലാണോ ഡയറക്റ്റ് അങ്ങ് ഇറങ്ങി? മറ്റേന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഡബ് ചെയ്തിട്ട് അത് ടെലിവിഷനിൽ വരികയല്ലേ. അത് രണ്ടിന്റെ വ്യത്യാസം ചേട്ടൻ എന്താ ഫീൽ ചെയ്തേ? അത് തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ തിയേറ്ററിലിരുന്ന് നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ആംബിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൗണ്ടിങ് പിന്നെ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് എപ്പോഴും നമുക്കിഷ്ടം തിയേറ്ററിൽ നമ്മുടെ സിനിമ കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അത് ഈ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ വമ്പൻ പടങ്ങളൊക്കെ പുഷ്പ സീരീസ് പോലുള്ള പടങ്ങൾ അല്ല നമ്മുടെ ഹാപ്പി അതൊക്കെ ചേട്ടാ തിയേറ്റർ റിലീസ് തന്നെ കഴിഞ്ഞിട്ടല്ലേ അല്ലു അർജുൻ്റെ എല്ലാ സിനിമകളും നിധി ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ പടം ഇറങ്ങിയിട്ടല്ലേ ഇവിടെ ചെയ്യുന്നത്. അതെ അതെ അതെ. അല്ല ലിപ്പ് നോക്കിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ല. ഓ അങ്ങനെ ആദ്യ കാലങ്ങളിലെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നതെല്ലാം അവിടെ ആൾറെഡി റിലീസായതിനു ശേഷം ഇവിടെ ഒരു പ്രൊഡ്യൂസർ, അതായത് ഇപ്പോൾ കൂടുതൽ അല്ലു അർജുനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഖാദർ ഹസൻ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഞങ്ങളെ വിളിച്ചിട്ട് ചെയ്യിച്ചിട്ട് അദ്ദേഹം അത് തിയേറ്ററിൽ റിലീസ് ചെയ്യിപ്പിക്കുന്നു. രഥക്കാർഡ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ. അപ്പോൾ അത് പിന്നീട് ഞങ്ങൾ തിയേറ്ററിൽ കാണുന്നത്, മനസ്സിലായ? ഇപ്പോഴുള്ള സിനിമകളെല്ലാം ഒരേ ദിവസം റിലീസാണ്, പാൻ ഇന്ത്യൻ റിലീസ്. അത് വേറെ ഫീലാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പടം കാണുന്നില്ല, ഇതിന്റെ ഒപ്പം ഒരേ ദിവസമാണ് എല്ലാവരും കാണുന്ന സിനിമ. ചേട്ടൻ ഈ പാട്ട് ചെയ്തിട്ട് ശരിക്കും തിയേറ്ററിൽ പോയാണോ അപ്പൊ കണ്ടത് ഈ വരികളൊക്കെ മിക്സായിട്ടൊക്കെ വന്നത്? ഓ ഓക്കെ ഓക്കെ. അപ്പൊ അത് വേറൊരു ഫീലാണല്ലോ. നമുക്ക് അറിയാൻ പറ്റത്തില്ല, കഥ എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. ചേട്ടാ എത്ര വർഷമായി അപ്പൊ ഈ എഴുത്ത് തുടങ്ങിയിട്ട്? ഞാൻ എഴുത്ത് തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കറക്റ്റ് 24 വർഷം. 2000-ലാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. 2000 ഒരു ആൽബം പ്രിയാനുരാഗം എന്ന് പറഞ്ഞിട്ട് ആൽബത്തിലാണ് ആദ്യമായിട്ട് എഴുതുന്നത്, ലവ് സോങ്സിൻ്റെ. അതിനുശേഷം പിന്നെ കുറേ ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നു. ഒരു മിഴിയഴക് നിറയുന്ന അതൊക്കെ ആ കാലഘട്ടത്തിലുള്ള പാട്ടുകളാണ്. മിഴിയഴക് നിറയുന്ന അത. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ എനിക്ക് തോന്നുന്നു ഒരു 1500 അധികം ഭക്തിഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദൈവത്തിനെയും വെറുതെ വിട്ടിട്ടില്ല. ഒരു ദൈവത്തിനെയും വെറുതെ വിട്ടിട്ടില്ല. ദൈവമേ അങ്ങ് വടക്കേറ്റത്ത് ദൈവം എന്തോ അനുഗ്രഹം ഉണ്ടാവും ചേട്ടാ, അങ്ങനെ വിചാരിക്കണ്ട ചേട്ടൻ. ദൈവമേ വടക്കേ അറ്റം മൂകാംബിക മുതൽ ഇങ്ങ് തെക്കേ അറ്റത്ത് കന്യാകുമാരി ദേവി വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓ ഡിവോഷണൽ ആൽബംസിന്റെ. ഇതിന്റെ ഇത് കൂടാതെ വേറൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ബദ്രീനാഥ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, വിഷ്ണുവിന്റെ വിഷ്ണു ക്ഷേത്രം, ഭയങ്കര ഫേമസ്, എല്ലാവർക്കും അറിയാലോ ബദ്രീനാഥ്. അതിപ്പോ അല്ലു അർജുന്റെ ബദ്രീനാഥ് എന്ന് പറഞ്ഞ സിനിമയില് അതിലൊരു ഭക്തിഗാനമുണ്ട്, അതെ അതെ. ശരിക്കും എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ ഇന്ത്യയുടെ തെക്ക് അറ്റം കന്യാകുമാരി വരെ ഞാൻ എഴുതിയിരുന്നു. വലിയ പുള്ളിയാണ്.
നമ്മൾ വലിയ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഡയറക്ടേഴ്സ്, എനിക്കൊന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു പാട്ടിന്റെ മീനിങ് തന്നെ നിങ്ങളത് അതിനകത്ത് ഇങ്ങനെ ബദ്രിനാഥ് ആ പാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ദൈവത്തിന്റെ തന്നെ ഇങ്ങനെ ഒഴുകുന്ന അതിന്റെ ലിറിക്സ് ഇങ്ങനെ ഗംഗ, അതൊക്കെ ശരിക്കും ആൾക്കാർക്ക് ചിലർക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവില്ല. പക്ഷെ അത് ചേട്ടൻ കറക്റ്റ് അതിനനുസരിച്ചുള്ള വരികൾ കൊടുത്തിട്ടാണ്. അത് മധുചേട്ടനും കൂടെ പാടിയപ്പം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പറയാനില്ലല്ലോ, അല്ലു അർജുന അതെ ഡാൻസും എല്ലാം കൂടെ ആകുമ്പോൾ സെറ്റാണ്. അപ്പോൾ വെറുതെ പാവം മിണ്ടാതിരിക്കണ്, രക്ഷപ്പെട്ടെന്ന് കരുതിയിരിക്കുകയാണ്. രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. എത്ര വർഷമായി ഈ മ്യൂസിക് ഫീൽഡ്? ഞാൻ 2010 സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഡിഗ്രി ഒക്കെ RLVയിലാണ് പഠിച്ചത്. സമയത്ത് ചെറിയ ഭക്തിഗാന മേളകളൊക്കെ പാടുമായിരുന്നു. പിന്നെ ഗാനമേള ഫീൽഡിലേക്ക് വന്നിട്ട് 2010. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ? അല്ല, ഞാൻ കല്യാണത്തിന് ശേഷമാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അല്ല ഉദ്ദേശം അതല്ല, വേറൊന്നും അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുന്നത് അല്ല, നിങ്ങൾ പ്രോഗ്രാമിൽ തമ്മിലാണോ കണ്ടീന്നല്ല, അറേഞ്ച്ഡ് മാരേജ് അല്ലല്ലോ, ലവ് അല്ലേ? അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. ഇടയ്ക്ക് നമുക്ക് പുഷ്പയിലോട്ട് പോവാം, പിന്നെ പോവാം, എഴുതാൻ പിന്നെ പോവാം. അതായത് ഞാൻ അതിനു മുമ്പ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സിജന്റെ ഭക്തിഗാന ആൽബങ്ങളിലൊക്കെ കോറസും അതായത് എന്റെ വീടിന്റെ അടുത്താണല്ലോ ശ്യാമയുടെ. അതല്ലേ, അതാണല്ലോ അതിന്റെ രീതി. നല്ല കഴിവുള്ളൊരു പെൺകുട്ടി ഗായിക നമ്മുടെ അടുത്തുള്ളപ്പോൾ നമുക്കൊരു അവസരം കൊടുക്കണ്ടേ? അതല്ലേ വായോ, അതല്ലേ അങ്ങനെയല്ലേ? അങ്ങനെയല്ലായിരുന്നു, നന്നായിട്ട് പാടും ശ്യാമ. നമ്മുടെ തൊട്ട യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഒരു അവസരം നമ്മൾ കൊടുത്തില്ല, ഒരു മോശമാണല്ലോ. നന്നായിട്ട് നമ്മുടെ തൊട്ടടുത്ത ഒരാളുള്ളപ്പോൾ അങ്ങനെ ശ്യാമ പാടാനൊക്കെ വന്ന് നമ്മുടെ തുറവൂര് വടക്കനപ്പൻ, നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം ഭഗവാന്റെ പാട്ടുകളാണ് ആദ്യമായിട്ട് ശ്യാമ പാടുന്നത്. അല്ല, അപ്പൊ ഇഷ്ടം തോന്നിട്ടല്ലേ പാടി? അങ്ങനെയല്ല, അല്ല ശ്യാമയുടെ സൗണ്ടിനോടാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് +1 +2 സമയത്ത് അപ്പോൾ പാടാൻ വന്നു. അങ്ങനെ കുറേ നാളുകളൊക്കെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ പാട്ട് അങ്ങനെ കുറേ പാട്ടുകൾ പാടി ഞാൻ കഴിയാവുന്നത്ര അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഉയർന്നു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാറുള്ള. അങ്ങനെ ഉയർന്നു വന്നിട്ട് അങ്ങനെയല്ല, അപ്പൊ കുറച്ച് ഗോസിപ്പുകളൊക്കെ വരാൻ തുടങ്ങി നാട്ടിൽ നിന്ന്. സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ശ്യാമ അവസരങ്ങളൊക്കെ കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ ഗോസിപ്പുകളൊക്കെ വരുന്നു. ഇവർ തമ്മിൽ എന്തോ ഇഷ്ടമാണ് എന്തൊക്കെ നാട്ടുകാർ ഇങ്ങനെ പറയണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, അവർ വീട്ടുകാർ, എൻ്റെ വീട്ടുകാരും ശ്യാമയുടെ വീട്ടുകാരൊക്കെ ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് എന്തായാലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായില്ലേ? ഫാമിലി ഇഷ്യൂസ് അങ്ങനെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. ഓക്കെ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 2006. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. നീയാമി എന്ന് വിളിക്കേ കാന്തയോ ഞാൻ എന്നോ തോന്നി സാമി എൻ സാമി, ഞാൻ സാമി എന്ന് വിളിക്കേ കാന്തനോ നീ എന്നോ തോന്നി സാമി എൻ സാമി, നിൻ പിറകെ പോരുമ്പോഴേ തിരുപ്പതി മല കയറി വരുന്നപ്പോൾ സ്വാമി, നിൻ ചാരെ ഇരിക്കുമ്പോൾ നീ പരമേശ്വരനാണെന്നൊരു തോന്നൽ സ്വാമി, നിൻ പാദം തോടും പാതകളെല്ലാം നീളാനദീ തീരം പോലെ സ്വാമി സ്വാമി. വിളിച്ചേനെ സാമി, ഇത് സങ്കടമായി വിളിച്ചില്ലത്. സാമി അങ്ങോട്ട് നോക്കി. ഇത് സിത്താര പാടിയ പാട്ടാ. ചേട്ടന് ഇൻഡസ്ട്രിയിൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് സീരിയസ് ആവാറുണ്ട് തീർച്ചയായിട്ടും. അപ്പം അത് കേൾക്കട്ടെ. അത് ഞാൻ പറയാൻ പറ്റുന്നതാണോ? ഞാൻ പൊതുവെ ഇങ്ങനെ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരാളല്ല. ഓക്കെ. പക്ഷേ കുറേ നാൾ മുമ്പ് കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ഞാനൊരു സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചവർ. എന്നെ അറിയാവുന്നവരായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മലയാളത്തിലൊരു പ്രശസ്തനായ സംഗീത സംവിധായകൻ ആണ് ഉദ്ഘാടനം. ആ സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു ആശംസ പ്രാസംഗികനായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിനെ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ആരാധനയൊക്കെ തോന്നിയിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ്. ഞാനും ഉണ്ട് അവിടെ. അദ്ദേഹമായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു.
അപ്പം അങ്ങനെ ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയി. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അസിസ്റ്റൻറ്റ്, ഒരു സിംഗറാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്നോട് പലരും ഇങ്ങനെ പറയാറുണ്ട്, എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നു, നീ എന്താ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്, എല്ലാവരും പോയി കാണും, നല്ല സിനിമ കിട്ടുള്ളൂ, പാട്ട് കിട്ടുള്ളൂ. അത് പതിവ് പോലെ അദ്ദേഹം എൻ്റെ സുഹൃത്തും കൂടെയാണല്ലോ, അപ്പോൾ സാറായിട്ടൊന്ന് ശരിക്കൊന്ന് പരിചയപ്പെടാൻ മേലായിരുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് സാറിൻ്റെ വീട്ടിൽ പോയാൽ മതി, ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ ഇദ്ദേഹത്തിന് നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ പിന്നെ അവസാനം അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഏതായാലും അന്ന് ഇവർ തമ്മിൽ പിന്നെ അത്ര അടുപ്പമല്ല ഈ സിംഗറും ഇദ്ദേഹമായിട്ട്. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെ കയറ്റി. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വേറെ കാരണം ഞാൻ പറയത്തില്ല, ആരാന്ന് പറയത്തില്ല, തിരുവനന്തപുരമാണ് ആള്. അങ്ങനെ എൻ്റെ അവിടെ കൊണ്ട് ഇറക്കി വിട്ട്. അപ്പോൾ ഞാൻ വരുന്നില്ല, എൻ്റെ ഒപ്പം വാന്ന് പറഞ്ഞു. പുള്ളിക്ക് നല്ല തിരക്കായിരുന്നു. അത് കുഴപ്പമില്ല, അകത്തേക്ക് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കണ്ടതല്ലേ, നിങ്ങളാകുമ്പോൾ ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ, ചെന്ന് അകത്തേക്ക് കയറിയാൽ മതി. ജസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല, പുള്ളി പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പോകുന്ന. അവിടെ ചെന്ന് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങൾ തമ്മിൽ അറിയാമല്ലോ, അത് ഒന്ന് പരിചയപ്പെട്ട് നന്നായിട്ടൊന്ന് പരിചയപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ട് വിട്ടതാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി ചെന്ന് പുള്ളി ഒരു ചാരുകസേര ഇങ്ങനെ ഇരിക്കുക ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ. അപ്പോൾ എന്നെ കണ്ടിട്ട് എന്താ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കി, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ നമ്മളിപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഇന്ന ആളാണ് പാട്ടൊക്കെ എഴുതുന്ന. അപ്പോൾ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് മനസ്സിലായി ആരാന്നൊക്കെ മനസ്സിലായി. അത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാവുള്ളൂ എന്നെ കാണാനായിട്ട്. എൻ്റെ അടുത്ത് പറയേ, വിളിച്ചിട്ട് വാ, എൻ്റെ ഫോൺ നമ്പർ എന്നിട്ട് വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രൂക്ഷമായിട്ട് എന്നോട് സംസാരിക്കാൻ അദ്ദേഹം. ഞാൻ പറയാം ഓക്കെ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ലാണ്ടായ പോലെ എനിക്ക് തോന്നി ആ സമയത്ത്. വല്ലാത്തൊരു അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കും അവരെ സ്വീകരിക്കുന്നത്? ആരാണെങ്കിലും, ഒരു അപരിചിതനാണെങ്കിലും അറിയാവുന്ന ആളാണെങ്കിലും നമ്മൾ ഭയങ്കര കാര്യമായിട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാര്യം ചോദിക്കും. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഞാനിത് പറയണമെന്ന് വിചാരിച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഈ ചാൻസ് ചോദിക്കുക എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് വേണ്ടെന്ന് വെച്ചാൽ. പിന്നീട് വന്ന പാട്ടുകളെല്ലാം എന്നെ തേടി വന്ന പാട്ടുകളാണ്. ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ പറയാം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു പാട്ട് എഴുതാനായിട്ടൊരു മലയാളത്തിലൊരു സൂപ്പർ ഹിറ്റ് സമ്മതമായ അദ്ദേഹം കുറേ സിനിമ മലയാളത്തിൽ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പാട്ട് എഴുതാനായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഹോട്ടൽ റൂമിൽ ചെന്ന് എറണാകുളത്ത് എനിക്ക് ട്യൂൺ തന്ന് പാട്ട് എഴുതാനുള്ള സിറ്റുവേഷനൊക്കെ വിവരിച്ച് തന്നു. അപ്പോൾ ഞാൻ പാട്ട് എഴുതിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ വീട്ടിലേക്കൊന്ന് വരാൻ പറഞ്ഞു എന്നോട്. ഞാൻ എറണാകുളത്ത് നിന്ന് പുള്ളി വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ ചെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് വീട്ടിൽ ചെന്ന് പാട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരികളൊക്കെ ഓക്കെ. സന്തോഷം കൊണ്ട് എനിക്ക് അപ്പം തന്നെ അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് പാട്ട് എഴുതിയതിൻ്റെ റെമ്യൂണറേഷൻ ക്യാഷ് അപ്പം തന്നെ കയ്യിൽ തന്നു. മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ആ സമയത്ത് വിദേശത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലൊന്ന് ഇരിക്കണം, അപ്പം ഞാൻ പാട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് പാട്ടിൻ്റെ റെമ്യൂണറേഷൻ വരെ തന്ന ആളാണ് ഈ ഡയറക്ടർ. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ വന്നപ്പോൾ എന്നെ വിളിച്ച് നിങ്ങൾ നമ്പർ അയച്ചു തന്നിട്ടൊന്ന് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഈ പാട്ടൊന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്ത് നിങ്ങൾ തന്നെ സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മ്യൂസിക് ഡയറക്ടർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഭയങ്കര ഗൗരവമായിട്ട് എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ, അതിന് ഞാൻ നിങ്ങളോട് പാട്ട് എഴുതാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും, സാർ ഇങ്ങനെ ആളാണ്, ഇന്ന സംവിധായകൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ല അതൊക്കെ ഓക്കെയാണ്, ഞാൻ ട്യൂൺ കൊടുത്തിട്ടാണ് പോയത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പക്ഷേ ഞാൻ വേറെ ആൾക്കാരെ കൊണ്ട് എഴുതിക്കാനാണല്ലോ പറഞ്ഞത് നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ഇത് പാട്ട് എഴുതിയിട്ട് സാറിനെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, എനിക്കതിൻ്റെ ക്യാഷ് വരെ എടുത്തു തന്നു, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എനിക്കല്ലേ ഇഷ്ടപ്പെടേണ്ടത്, അദ്ദേഹത്തിനല്ലേ, എനിക്കല്ലേ ആദ്യം ഇഷ്ടപ്പെടേണ്ടതെന്ന്.
അതാണ് ചോദിക്കാനത്. ഞാൻ പറഞ്ഞ സാറിന് ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് തിരുത്തി തരാം എന്ന് പറഞ്ഞു. അല്ല അതെനിക്കിപ്പോൾ താങ്കളുടെ കൂടെ ഒപ്പം ഇരിക്കാനൊന്നും ഉള്ള സമയമൊന്നും എനിക്കില്ല എന്ന് പറയാം, തിരുത്താനായിട്ട്. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെവിടെ പ്രശ്നം, സംവിധായകനല്ല അൾട്ടിമേറ്റ്ലി ഈ പാട്ടിൻ്റെ, അതായത് ഇതിൻ്റെ സിറ്റുവേഷനും എല്ലാം അദ്ദേഹത്തിന് പുള്ളിക്ക് ഓക്കെയാണ് ആ പാട്ട്. ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് മീറ്ററിൽ തന്നെയാണ്, ട്യൂൺ കൃത്യമായിട്ട് ഇതിനകത്തൊരു തെറ്റ് പോലും ഇല്ല, ആ ട്യൂണിൽ കറക്റ്റ് മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് എന്തോ എന്നോടുള്ളൊരു, അതായത് അദ്ദേഹത്തോട് ആലോചിക്കാതെ ഒരുപക്ഷെ എന്നെ വിളിച്ചതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാൽ എനിക്ക് മനസ്സിലായത്. ഇവർ തമ്മിൽ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകത്തില്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് സംവിധാനം എന്നെ വിളിക്കുന്നത്. ആരാണെന്ന് ഇതിലും ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ പിന്നെ ചേട്ടനെ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ പിന്നീട് ഇവരായിട്ടുള്ള? അല്ല, അവരെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ചേട്ടന്റെ ഈ ഒരു അങ്ങനെയൊന്നുമില്ല പിന്നെ വിളിച്ചിട്ടൊന്നും. ഞാനൊരു എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞാണ്, ഇങ്ങനെ കുറെ ബാഡ് ആയിട്ടുള്ള കുറെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടാണ് ചേട്ടൻ. അപ്പോൾ ഒരുപാട് പെയിൻ, ഇങ്ങനെയുള്ള നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ചേച്ചിയുടെ എന്തായിരുന്നു? ഇതൊക്കെ ഞാൻ വന്ന് ശ്യാമയോട് പറഞ്ഞിട്ടുണ്ട്, പറയുമല്ലോ. അപ്പൊ എന്തായിരുന്നു? സുചേട്ടൻ ഒരിക്കലും ചാൻസ് ചോദിക്കണ, അങ്ങനെ ചോദിച്ച് ഇന്നടത്തൊന്ന് പോയി ചോദിക്കാം, അല്ലെങ്കിൽ കുറെ പേര് പറയും നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്ക്. പക്ഷെ സുചേട്ടൻ അങ്ങനെ ചാൻസ് ചോദിച്ചു പോയി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചിലപ്പം പിന്നെ നമുക്ക് വരാനുള്ളത് വരും. അതായത് ഒരു ചൊല്ലില്ലേ, നമ്മൾ കഴിക്കേണ്ട ചോറിൽ അരിയിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് മടി കൊണ്ടാകട്ടെ, അല്ല ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ വന്നപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചാ, വേറെ ഒന്നുമല്ല. എല്ലാരും പറയും നമ്മൾ ചാൻസ് ചോദിക്കണം എന്നാലേ നമുക്ക്, ചിലപ്പോ ചിലര് പെട്ടെന്ന് ഓർക്കൂലല്ലോ, അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും ചിലര് ഓർക്കുന്നത് ഇങ്ങനെ ഒരാൾ. പക്ഷെ എന്തോ ചോദിക്കാനുള്ള ഒരു, പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ എന്നെ തേടി വരാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എഴുതുന്ന ഓരോ പാട്ടിങ്ങനെ എഴുതി കഴിയുമ്പോൾ അടുത്ത ചാൻസ് അവരിങ്ങോട്ട് വിളിക്കുന്ന ഓരോരോ പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാനതിൽ അങ്ങോട്ട് എന്താ പറയുന്നത്, അതായിപ്പോയി. ഡള്ളൊക്കെ മാറ്റി നമുക്ക് ഹാപ്പി ആവാം. ഹാപ്പി മൊമെന്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെ ഹാപ്പി മൊമെന്റ്സ് ഒത്തിരി ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹാപ്പി ഇപ്പൊ ഫീലിങ്സാ. പുഷ്പാട്ട് പോയതായിരിക്കും, പൂക്കളുള്ള സെറ്റായി നിൽക്കുകയാണ്. എന്നാ പിന്നെ ഇതും കൂടെ കൂടെ പോരട്ടെ. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാലോ, ഒരു ചെറിയ ടാസ്ക് തന്നാലോ, ഒരു ഫണ്ണി സംഭവം. ചോദിക്കുന്ന രണ്ടുപേരും ഉത്തരം തരണേ. ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഫുഡ്? ചോറും മീൻകറിയുമായിരിക്കും. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്? ഫ്രൈഡ് റൈസ്. കറക്റ്റാണോ? ഇഷ്ടപ്പെട്ട പ്ലേസ്? എനിക്കല്ല, ഭർത്താവിന്. ഇഷ്ടപ്പെട്ട പ്ലേസ് നാട്ടിൽ തന്നെ ആയിരിക്കുള്ളൂ. ഈ വീട്, ഇവിടെ ഈ മുറി ചേട്ടനോട് പറയാൻ പറഞ്ഞോ? അല്ല, ഇവിടെ സാധാരണ ഇവിടെ ഉള്ളപ്പോഴും ഈ മുറിയിൽ അങ്ങനെ പുറത്തിറങ്ങുന്ന ഞാൻ കണ്ടിട്ടില്ല. വരാന്തയിലൊക്കെ പോകുന്നത് ഇവിടെ തന്നെയാണ് എപ്പോഴും. ഫീലിങ്സ് ആണോ? അതല്ല, ഈ പുറത്തേക്ക് റോഡിലേക്ക് പോയി സാധാരണ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്, പോയി അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് വായനയും എഴുത്തും അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഏരിയ തന്നെ എനിക്കിഷ്ടം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ്? ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് പറയാൻ നേരത്ത് വേദിയായിരിക്കും. അതായത് പാട്ടുകാരിയാണല്ലോ, പെർഫോം ചെയ്യുന്ന വേദിയില്ലേ, അത് അങ്ങനെ വേണേൽ പറയാം. ആ പ്ലേസ് ആണ്. എനിക്ക് വയ്യ. ശരി, ഇനി ചേട്ടൻ മിണ്ടരുത്. റോഡിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പോവാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കാണുകയാണെന്ന് വിചാരിച്ചോ, ചേട്ടന്റെ റിയാക്ഷൻ എന്താണ്? നല്ല പെൺകുട്ടിയാണെങ്കിൽ നോക്കും. വായി നോട്ടാണോ അതോ അല്ലാതെ നോക്കി കമന്റ് അടിക്കുമോ? തിരിച്ചാണെങ്കിലോ, റോഡിലൂടെ ഒരു നല്ല അടിപൊളി ചുള്ളൻ ചെക്കനെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ശരി. എല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മുന്നിൽ വരുന്നതല്ല ഐക്യം. അതെ, എവിടെയെങ്കിലും പോണെന്ന് പറയുമ്പോൾ ചേട്ടൻ ആദ്യം ചെയ്യണ കാര്യം എന്തായിരിക്കും? എവിടെയെങ്കിലും ഇപ്പൊ പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ആദ്യം എന്താ ചെയ്യണേ? ചേട്ടൻ ആദ്യം ചെയ്യുന്നത്
ചേട്ടൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചേട്ടൻ പല്ലേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാം. അല്ല ഇപ്പൊ വൈകുന്നേരം പോകാനാണെങ്കിലോ ഈവനിങ് ആണെങ്കിലോ ഈവനിങ് പോകുമ്പോഴും റെഡിയാവും. അതല്ലാതെ അല്ല എന്തെങ്കിലും അർജന്റായിട്ട് എടുത്തു വെക്കലോ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഒന്നുമില്ല. ഒന്നുമില്ല. എന്നോട് പറയും റെഡി ആയിക്കോളാൻ പറയും. അപ്പൊ എനിക്ക് റെഡിയാൻ സ്വാഭാവികമായിട്ട് സമയം എടുക്കുമല്ലോ. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇതിങ്ങനെ വെറുതെ കാണുമ്പോ ഞാൻ പറയും ചേട്ടൻ റെഡിയാ, എനിക്ക് 5 മിനിറ്റ് മതി എന്ന് പറയും. എപ്പോഴും പറയുന്ന ഡയലോഗ്, എനിക്ക് 5 മിനിറ്റ് മതി എന്ന് പറയും. തിരിച്ചാണെങ്കിലോ അരമണിക്കൂർ. അരമണിക്കൂർ അല്ല എന്തായിരിക്കും കാര്യങ്ങൾ ചെയ്യണം? എന്തായിരിക്കും തുടക്കത്തിൽ എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ എന്താ ആദ്യം ചെയ്യണേ? ആദ്യം ചെയ്യണം എന്താ, ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങും. അതാണ്. ആളുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? ഓ അങ്ങനെ അല്ല, അത് പോകുന്ന സ്ഥലം അനുസരിച്ചിരിക്കും. ഓ എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് കാര്യത്തിനാണ് പോകുന്നത് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു പ്രോഗ്രാമിനാണ് പോകുന്നതെങ്കിൽ ബാഗിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പം നമ്മൾ വേറൊരു ആവശ്യത്തിനാണ് പോകുന്നത് അന്ന് പറയുമ്പോൾ ബാഗ് എൻ്റെ ആവശ്യം പോലും വരുന്നില്ല. ഒരു കല്യാണത്തിന് ഒരു നമ്മുടെ ഒരു ബാഗ് അങ്ങനെ യൂസ് ചെയ്യാറ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ബാഗ് ഉണ്ടാവും അത്ര. ചേട്ടന് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ? മലയാളത്തിലാണോ? അല്ല, മൊത്തത്തില് സാറായിരിക്കും, DSP സാറായിരിക്കും. ദേവിശ്രീ പ്രസാദ് സാർ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് മനസ്സിലായി. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ? ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടത് പറയുമ്പോൾ അങ്ങനെയില്ല, ഓരോ തലമുറയിലും ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് രവീന്ദ്ര മാഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ശ്യാമേ? ഓ അവിടെ അയക്കാട്ടോ, ഒന്നും വിട്ടുകൊടുക്കും. തമിഴില് എനിക്ക് ഇഷ്ടമാണ് ഡീമൻ സാറിന്റെ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഒരു മാർക്ക് പോയിട്ടുണ്ട്. ചേട്ടന്റെ ഒരു കാര്യം, ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പറയാമോ? ഇഷ്ടമല്ലാത്തത് പോരട്ടെ, എനിക്കറിയാൻ വേണ്ടി ഇങ്ങനെ വെമ്പ് നിൽക്കും. ഞാൻ ആലോചിക്കാം, കുറേ എല്ലാം ഉണ്ട്, ഒരെണ്ണല്ലേ പറയാൻ പറ്റുള്ളൂ. തൽക്കാലം പറഞ്ഞാൽ മതി, നമുക്ക് ബാക്കി പിന്നെ പറയാം. എന്താണ്? ഇല്ല ഒന്നും അല്ല അല്ല, അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഞാൻ പിന്നെ സൽഗുണ സമ്പന്ന. അതായത് പറയാനെങ്കിൽ വഴക്കിടുന്നത്, അതായത് ഈ വാർത്ത ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കും, ഫുൾ ടൈം ഇങ്ങനെ മൊബൈൽ ന്യൂസ് അവർ മറ്റേത് മറിച്ച് മൊബൈലിൽ വാർത്ത. ഞാൻ മൊബൈൽ അഡിക്റ്റ് ആണ്. അഡിക്റ്റ് എന്ന് പറഞ്ഞാലേ ന്യൂസിൽ അഡിക്റ്റ്. ഞാൻ ഡേറ്റ് വരുമ്പോഴേ മൊബൈൽ ന്യൂസ് ആണ്, എനിക്ക് ഇൻഫർമേഷൻ ന്യൂസ് ഇങ്ങനെ കണ്ടിരിക്കാം. ചേച്ചിയുടെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറ. ഇത് തന്നെ പറഞ്ഞാലോ? ഇത് തന്നെ പറഞ്ഞാല് അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് മൊത്തം ഇഷ്ടം. എനിക്ക് വയ്യ, എന്താ ഒരു പ്രൊപ്പോസ് ചെയ്തേ ഇപ്പൊ ഒരു ചെറിയ രീതിയില്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ചില ഫുഡ് ഉണ്ടാക്കുമ്പോ ഇത്തിരി ഉപ്പ് കൂടി പോകും. ആകെ ഉള്ള ഒരു കംപ്ലൈന്റ് അത് മാത്രമേ. ഉപ്പ് മാത്രമല്ലേ കൂടാറുണ്ട്, എരിവ് അതൊന്നും കുഴപ്പമില്ല. ഓ എന്റെ പോരോ. നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? മീൻസ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ, ഒറ്റയ്ക്കല്ല, നമ്മളിപ്പം ഒരുമിച്ച് നിൽക്കുമ്പോൾ ലൈഫിൽ എന്തെങ്കിലും അങ്ങനെ ഈ ഇത്രയും 18 years ആയിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു? ഞാൻ വിചാരിക്കുന്ന ഉത്തരം വരുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ 2008 ഒരു അമ്പലനടയില്, തൈക്കാട്ടുശ്ശേരി, ഇവിടെ അടുത്തുള്ള ഒരു അമ്പലനടയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, തൊഴുത് വലം വെച്ച് ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച്, കല്യാണം 2 വർഷമായിട്ടുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിച്ച് നിന്നപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയിൽ പാട്ട് എഴുതാനുള്ള കോള് വരുന്നത്. ജോണി ചേട്ടൻ്റെ, ജോണി സാഗരിയ. അത് ഒരിക്കലും മറക്കാനാവാത്ത, അവിടെ നിന്നാണ് ഇതെല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം എനിക്ക് അത് ജസ്റ്റ് ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ ഇറങ്ങിയേ. ചേച്ചി ഉണ്ടായിരുന്നു? ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്നു. ആ സന്തോഷ വർത്തമാനം ഇവരോട് എല്ലാവരോടും ഷെയർ ചെയ്തു. അതാണ് ഇഷ്ടം. ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്തുള്ള, അതാ ഞാൻ ചോദിച്ചു, ഒരുമിച്ചുള്ള ആ ഒരു അതാണ് അവസരം. ഇപ്പൊ നിങ്ങൾക്ക് ഈ നിപ്പിന് നിങ്ങൾക്ക് ദൂരയാത്ര പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എവിടെ പോകും? കുറേ സ്ഥലമുണ്ട്, ഏതെങ്കിലും ഒരിടം പറഞ്ഞാൽ മതി. എന്തായാലും ഇപ്പൊ എനിക്ക് കൊണ്ടുപോകാനൊന്നും പറ്റൂല, ചുമ്മാ ഒരു ചോദിച്ചതല്ലേ.
പ്ലാനിങ് ആയി ഇപ്പൊ ഇവിടെ ട്രിപ്പായിട്ടാ അടുത്ത. കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് പ്രശ്നമാകും അവസാനം. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, ഞാനതിന് ഉത്തരവാദിയല്ല. എന്തായാലും പറ. അങ്ങനെയുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ കറങ്ങണമെന്നുണ്ട്. എന്നാലും നമ്മുടെ കാശ്മീർ എല്ലാത്തിനും നിങ്ങൾ രണ്ടുപേരും മൂന്നുന്നില്ല, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഭയങ്കര ഐക്യം, ഒരു രക്ഷയില്ല, ഒന്നിനുമില്ല, രണ്ടുപേരും കൊള്ളാം. ഇടയ്ക്ക് ഇൻസ്റ്റയിൽ അല്ലു അർജുൻ എറണാകുളത്ത് വന്നിരുന്നല്ലോ, കൊച്ചിയിലെ മറ്റേ പ്രൊമോഷന് വേണ്ടി. അപ്പോൾ ചെവിയിൽ എന്തോ പറഞ്ഞായിട്ട് അല്ലു അർജുൻ്റെ ചെവിയിൽ, അല്ലു അർജുൻ ചേട്ടൻ്റെ ചെവിയിൽ എന്തോ പറയണോ, എന്തോ ഒന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഭയങ്കര സംസാരമായിരുന്നു, കൈ കൊടുക്കുന്നു എന്തൊക്കെ പറയുന്നു. ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? അത് സംഭവിച്ചത് വേറെ ഒന്നുമില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ തമ്മിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പല വട്ടം, ഹൈദരാബാദിലും കൊച്ചിയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ നമസ്തയൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഫീലിങ്സിൽ ആ വരികളുണ്ടല്ലോ നമ്മുടെ ഹുക്ക് ലൈൻ, മല്ലിക ബാണൻ്റെ അമ്പുകളും, സാർ ദാറ്റ് ഹുക്ക് ലൈൻസ് വെരി വെരി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞിട്ടിരിക്കുക, ഐ എൻജോയ്ഡ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ താങ്ക്സ് പറഞ്ഞു, താങ്ക് യു സോ മച്ച് സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ പാട്ടിൻ്റെ വരികളെക്കുറിച്ചാണ് ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചത്. അത് എന്ത് വേണം, കാരണം ആള് അഭിനയിച്ച അത് ആള് എന്ന് പറയുമ്പോഴേ എനിക്കത് ഭയങ്കര വൈറലായിരുന്നു. കാര്യം ആ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച പോലും ആയിട്ടില്ല ഇവിടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞിട്ട്. ഈ ഫീലിങ്സ് സോങ്ങിന്റെ ഷൂട്ട് എനിക്ക് തോന്നുന്നു ആ 18-ാം തീയതി സമയത്ത് അങ്ങണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 25-ാം തീയതിയാണ് ഇവിടെ വരുന്നത്, 25, 27 ആ സമയം. എനിക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല കൊച്ചിയിൽ വരുന്നത്. അപ്പം ഒരാഴ്ച പോലും ആയിട്ടില്ല. ആ സമയത്താണ് ഈ ഇതിനെക്കുറിച്ച് പറയുന്നത് വന്നു കഴിഞ്ഞ ഉടനെ. ചേട്ടൻ അല്ലു അർജുനെ ആദ്യമായിട്ട് എവിടെ വെച്ചാണ് കണ്ടത്? ആദ്യമായിട്ട് കാണുന്നത് കൊച്ചിയിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഞാൻ ആ കാലഘട്ടത്തിൽ 2012 എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ചിട്ട്, അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഹൈദരാബാദിൽ, അതിനുശേഷം എറണാകുളത്ത് തന്നെ, അതിനുശേഷം ഇറങ്ങിയ കുറേ സിനിമകൾ അങ്ങനെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പുഷ്പ 2 പാട്ടില്ലേ, പുഷ്പ അതിൽ നമ്മുടെ പുഷ്പയ്ക്ക് ചില കാര്യങ്ങൾ അറിയില്ല, ഈ വരികളുണ്ടല്ലോ, എല്ലാം എല്ലാം അറിയുന്ന പുഷ്പയ്ക്ക് ചില കാര്യങ്ങൾ അറിയില്ല. അതെന്താണ് ശരിക്കും? അത് ഭയങ്കര അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ മറുപടി വരുന്നുണ്ടല്ലോ. അല്ല, അത് എഴുതാൻ അത് അങ്ങനെ ഡിമാൻഡ് ചെയ്തോണ്ടാണോ? ആ ഡിമാൻഡ് അത് ആക്ച്വലി അത് തെലുങ്കില് സെയിം മീനിങ് തന്നെ. അതിന്റെ വരികൾ തെലുങ്കിൽ എഴുതിയിരിക്കുന്ന ഞാൻ മറന്നുപോയി. നമ്മൾ ഈ ഇങ്ങനെയുള്ള സിനിമകൾ, പാൻ ഇന്ത്യൻ സിനിമകൾ എഴുതാൻ നേരത്ത് മാക്സിമം അതിന്റെ അതേ സെയിം മീനിങ് ആണ് മലയാളത്തിൽ എഴുതേണ്ടത്. അങ്ങനെ തന്നെ എഴുതണം. എല്ലാ ലാംഗ്വേജ്, ഞാൻ മാത്രമല്ല, ഇപ്പൊ തമിഴിലേക്ക് ഡബ് ചെയ്താലും കന്നഡ, എല്ലാ ലാംഗ്വേജിലേക്ക്, ഹിന്ദിയിലേക്ക് ചെയ്താലും ഇവരെല്ലാം സെയിം മീനിങ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്തൊക്കെയാണ് അറിയാൻ പാടില്ലാത്തതെന്ന് വരുന്നുണ്ട്. അത് ഹൈഡ് ചെയ്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ട്രോള് ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രോള് വന്നു, അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അതായത് ഭയമില്ല, മറ്റേതില്ല, മറിച്ചില്ല, ചില കാര്യങ്ങൾ അറിയില്ല, വിറയ്ക്കാറില്ല, തോൽക്കാറില്ല, അങ്ങനെ അത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞ് ഈ ഭാവന എൻ്റെ ഭാവനയല്ല, ഇത് അവിടുത്തെ തെലുങ്കിലെ ഒറിജിനൽ റൈറ്റർ ഉണ്ടല്ലോ, ചന്ദ്രബോസ് സാർ എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്താണ് എഴുതി വെച്ചത് അതിനെ മലയാളീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. സെയിം മീനിങ് നമ്മൾ മാക്സിമം ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എനിക്ക്. എന്നാലും അത് സിമ്പിൾ ലാംഗ്വേജ് അല്ലല്ലോ, അത് മ്യൂസിക്കിലോട്ട് വരുമ്പോൾ അതിന്റെ മീറ്റർ നോക്കണം, അതിന്റെ ലിപ്പ് നോക്കണം, കുറെ കാര്യങ്ങളുണ്ട് അതിന്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ പരിമിതികളും അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വൈഫിനെ പറ്റി എന്തെങ്കിലും പറ, ഇൻട്രൊഡ്യൂസ് ചെയ്യേ. വൈഫ് എൻ്റെ വൈഫാണ്, പേര് ശ്യാമ. ശ്യാമ എന്ന് പറയുമ്പോൾ ഒരു പാട്ടുകാരിയും കൂടെയാണ്. നന്നായിട്ട് പാടും, പുകഴ്ത്തിയല്ല, ചേട്ടോ എനിക്കെന്തായാലും ഇഷ്ടമാണ് ശ്യാമയുടെ പാട്ട്, നന്നായിട്ട് പാടും. പാട്ടാണ് ഞങ്ങളെ തമ്മിൽ എന്താ പറയുന്നത് കണക്ട് ചെയ്തത്. അത് പറഞ്ഞിരുന്നു. ശ്യാമ ഇനി വേണമെങ്കിൽ ശ്യാമ സെൽഫ് ഇൻട്രൊഡക്ഷൻ തരൂ. പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. 2010 പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, ചെറിയ ചെറിയ പ്രോഗ്രാംസ്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രോഗ്രാംസ് ചെയ്യുന്നു. ഇപ്പൊ അസോസിയേറ്റ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ് കൂടുതലും ഷോസ് ചെയ്യുന്നത്? ഇപ്പൊ നിലവിൽ ഞാൻ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന കലാഭവന്റെ പരിപാടിയാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നു
സെലിബ്രിറ്റീസിന്റെ കൂടെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കൂടെ വിധു പ്രതാപ്, ജാസി ഗിഫ്റ്റ്, ജാസിയാന്റെ കൂടെ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അൻവറിക്കയുടെ ബാൻഡില് പാടുന്നുണ്ട്. അൻവർ ബാൻഡില് 10 ഏക്കർ എന്നൊരു ബാൻഡ് അതിൽ പാടുന്നുണ്ട്. ബാൻഡുകൾ വേറെ അല്ലാതെ ഫ്രീലാൻസ് ആയിട്ട് ബാൻഡുകളുണ്ട്. സജിൻ ജയരാജിനെ അറിയാമോ? സജിൻ ജയരാജിനെ വളരെ നന്നായി അറിയാം. ജാസി ഗിഫ്റ്റിന്റെ കൂടെ അല്ലേ ആ മുടി ഇങ്ങനെ വളർത്തിയിട്ട്? അതെ അതെ അതെ. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പൊ മുടി കളർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ കളർ ചെയ്തിട്ടുണ്ട്. ഞാൻ റീസെന്റ് ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ജയരാജിന്റെ കൂടെ പാടിയിട്ടുണ്ട്. സജിൻ ജയരാജിന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് എറണാകുളത്ത്. അവിടെ ശ്യാമ റെക്കോർഡിങ്ങിനെ പോയിട്ടുണ്ട്. ഒരു സിനിമയുടെ റെക്കോർഡിങ് അവിടെ വന്നിട്ടുണ്ടല്ലേ? ഞാൻ പോവാറുണ്ട്, ഇടയ്ക്ക് പോവാറുണ്ട്. അവിടെ ഡബിങ്ങിനൊക്കെ പോവാറുണ്ട്. വേറെ ആരുമല്ല കേട്ടോ, സജിൻ ജയരാജ് എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് തന്നെയാണ്. അതല്ല ഞാൻ പറയാ, എന്താണ് ശ്യാമ ഇതിന്റെ ഇടയിൽ കൂടി ഭർത്താവിന് അങ്ങനെ ചെറുതായിട്ട് അതെ അതെ. ജാസി ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ സജിൻ ജയരാജിന്റെ കാര്യം വിട്ടുപോയി. ജാസിജാന്റെ സന്തത സഹചാരിയാണ് സജിൻ ജയരാജ്. എവിടെ ജാസിജാനുണ്ടോ അവിടെയൊക്കെ സജിനുണ്ടാവും. അതെ അതെ. മറ്റേ ഒരു ജാസിജാൻ ഒരു കോളേജിൽ പോയിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ നടത്തി അവിടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ല, അത് ഭയങ്കര വൈറലായിരുന്നു സംഭവം. അതിന്റെ അകത്ത് ജാസിജാനും സജിനും കൂടെ പോയത്. അതെ അതെ, അത് വൈറലായിരുന്നു ഭയങ്കര. അതെ അതെ. അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടെയാണ് നമ്മുടെ ശിവചേട്ടനും വൈഫ് ശ്യാമ ചേച്ചിയും. വേറെ ആരും അല്ല കേട്ടോ, സത്യം പറയാം, ഇത് വെറും ഒരു അഭിനയമായിരുന്നു. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് ഇത്രം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്ക് പഠിപ്പിക്കാൻ കൂടെ പോകുന്നുണ്ട് സ്കൂളിൽ. സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാലേ ശ്രീഗോകുലം സെൻട്രൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് പ്രോഗ്രാംസിന്. സാധാരണ അങ്ങനെ പ്രോഗ്രാംസിന് പോകുന്ന, സ്ഥിരമായിട്ട് അടുപ്പിച്ച് പ്രോഗ്രാമിന് പോകുന്നവർക്ക് ഒരിക്കലും ഒരു പ്ലേസിൽ വർക്ക് ചെയ്യാന്നുള്ളത് അവർക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കും വർക്ക് ചെയ്യണുണ്ടോ സ്കൂളിൽ, ടീച്ചറോ, അപ്പൊ എങ്ങനെയാന്ന്. പക്ഷെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാ. എപ്പോ വേണമെങ്കിലും നമുക്ക് ലീവ് കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓ, അത് ഭയങ്കര ഭാഗ്യം. ഭയങ്കര എല്ലാരും പറയും അത് ഒരു. അപ്പൊ അവരുടെ സപ്പോർട്ട് ഭയങ്കര, ടീച്ചേഴ്സ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ബാക്കി നമ്മുടെ പ്രിൻസിപ്പൽ എല്ലാരും മേജർ സാർ എല്ലാരും നല്ല സപ്പോർട്ടാ. അപ്പൊ നമുക്ക് ശ്രീവല്ലിയിലോട്ട് പോവാം പെട്ടെന്ന്. പുഷ്പ വണ്ണിലോട്ട് ഇത് മാത്രം ഇതില്ല. അപ്പൊ പുഷ്പ വണ്ണിലെ ശ്രീവല്ലി ചേട്ടാ, ശ്രീവല്ലി ഓ എന്റെ ബെല്ലാക്കോളാം. അപ്പൊ അതൊന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എൻ കൺമണി കൺമണി കണ്ണുകൾ എന്നെ കാണുന്നില്ലേ, എൻ കൺമണി കൺമണി കണ്ണിമചാരരുതേ നീ മുള്ളേ, കാണാത്തൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ കൺമുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലല്ലേ, കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ, കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി മേൽ കസ്തൂരി ഗന്ധമോ. ചെറിയ കുട്ടികളുണ്ട്. കുഴപ്പമില്ല, എന്റെ തെറ്റ് വന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. ചേട്ടൻ്റെ ഫേവറേറ്റ്, ഇത്രയും നാൾ എഴുതിയതിൽ ചേട്ടൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണ്? മീൻസ് അല്ലു അർജുൻ്റെ കളക്ഷനിൽ. ഇപ്പോൾ പ്രണയഗാനങ്ങളിൽ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് സോങ് ഫീലിങ്സ്, അത് വേറൊരു വല്ലാത്തൊരു ക്രഷാണ്. അതെ അതെ അതെ, അത് പ്രണയത്തിനേക്കാൾ അപ്പുറം. മല്ലിക മണന്റെ അമ്പുകളോ, അതെ, കൺമുനത്തുമ്പുകളോ ചേട്ടൻ പറയുമ്പോൾ തന്നെ ഇളകിയാണ് പറയണത്. ഇതിനപ്പുറം വേറൊരു പാട്ടുണ്ട്, അതായത് കൃഷ്ണ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അല്ലു അർജുന് വേണ്ടി ഞാൻ എഴുതിയ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള പ്രണയഗാനം ചെമ്പനീർ പൂവേ. ചെമ്പനീർ പൂവേ നീ അന്നേതോ ഒരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ മിഴിച്ചിമ്മി. ബാക്കി അത്ഭുതം മടങ്ങാതന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ, എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയായി, നിന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാകുമോ വെല്ലുവാൻ നിൻമണിച്ചന്തം, അതേതോ മായയോ എന്നിലായി മിന്നി നിൽക്കുന്നു.
ആ ഒരു പോർഷൻ രസമാണത്. അത് ഭയങ്കര ഫീൽ അത് കാണുമ്പോൾ വിഷ്വലും നിറങ്ങൾക്കാവുമോ വെല്ലുവാൻ നിൻ മണിച്ചന്തം. അടിപൊളി അടിപൊളി. ചേട്ടാ നമുക്ക് ഐറ്റം സോങ്ങിൽ ചേട്ടന് അല്ലു അർജുൻ്റെ ഐറ്റം സോങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അല്ലു അർജുൻ്റെ ഐറ്റം സോങ് ഈ പറയുന്ന എല്ലാ സിനിമകളിലും ഐറ്റം സോങ് ഉണ്ട്, അല്ലു അർജുൻ്റെ സിനിമകളിലെല്ലാം. അപ്പം അതിലെനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയൊരു പാട്ട് നമ്മുടെ പുഷ്പ 1 പാട്ടാണ്, ഊവണ്ടാവൻ. ആ പാട്ടിൻ്റെ മലയാളം വേർഷൻ രമ്യ നമ്പീശിനെ പാടിയത് നമ്മുടെ മലയാളത്തിൽ. അപ്പം അത് സാരി 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 അങ്ങനെ സാരി ഉടുത്താലും ഗൗൺ ഉടുത്താലും പ്രശ്നമില്ലെന്ന് അങ്ങനെ എന്തൊക്കെ വരികളാണ്. അത് തെലുങ്കിന് അങ്ങനെ തന്നെയാണോ? സെയിം മീനിങ്സ് ആണല്ലേ? സാരി 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 ഉടുത്താൽ തെരുതെരെ നോക്കി കൊല്ലുന്നു, മുട്ടേ മുട്ടും ഗൗണായാലും ഒട്ടാൻ മുട്ടാൻ നോക്കുന്നു, സാരിയിലാട്ടെ ഗൗണാകട്ടെ അണിയണ തുണി എന്താവട്ടെ, പൂവിന് ചുറ്റും ശലഭം പോലെ വെമ്പി നടക്കും അമ്മട മോനെ ചൊല്ലുന്നോ മാമ ചൊല്ലുന്നോ മാമ അങ്ങനെ മ്യൂസിക് കൂടെ. അല്ല അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പെണ്ണ് എന്താവട്ടെ അണിയുന്ന എന്താവട്ടെ, അതായത് ആണിൻ്റെ ആക്ച്വലി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു അത്. എൻ്റെ ആ പാട്ട് ഒത്തിരി ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വിമർശനം വന്നൊരു പാട്ട് ആ സമയത്ത്, ഈ പാട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മുടെ മനോഭാവമാണ് ശരിക്കും വില്ലൻ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ആണിൻ്റെ മനോഭാവം എങ്ങനെയാണ് ഒരു പെണ്ണിനെ നോക്കിക്കാണുന്നത് എന്നാണെന്ന് ആ പാട്ടിൽ വിവരിക്കുന്നത്. അങ്ങനെയാണത്. ചേട്ടാ അപ്പോൾ അല്ലു അർജുനെ നമുക്ക് മാറ്റി നിർത്താം. അല്ലു അർജുൻ അല്ലാത്ത മീൻസ് പുള്ളി ഇല്ലാത്ത ബാക്കിയുള്ള ചേട്ടൻ എഴുതിയ പാട്ടുകളൊന്ന് പറയാം. ആക്ച്വലി ഞാൻ അല്ലു അർജുൻ്റെ 18 സിനിമയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൂടാതെ എൻ്റെ ഇപ്പം ഞാൻ ടോട്ടൽ എഴുതിയിരിക്കുന്നത് ഏകദേശം ഒരു 100 സിനിമ എടുത്ത് ഈ ഡബ്ബിങ് സിനിമകൾ എഴുതിയിട്ടുണ്ട്. ഗ്രേറ്റ്. അതുമാത്രമല്ല അതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും ഉദ്ദേശിക്കുന്നല്ലേ? അല്ല ഉദ്ദേശിക്കുന്നത് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പം അങ്ങനെ എഴുതിയിരിക്കുന്ന പാട്ടുകളിൽ കുറേ പാട്ടുകളുണ്ട്. അതിലൊരു ഹാപ്പി ഡേയ്സ് എന്ന് പറയുന്ന സിനിമ, ഫ്രണ്ട്ഷിപ്പിൻ്റെ പാട്ട്. അതെ ഫ്രണ്ട്ഷിപ്പ് സോങ്ങിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗാനം. ഞാൻ ഇപ്പോഴും എൻ്റെ ഏറ്റവും നല്ല ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ട് കരുതുന്നത് മനസ്സിന് മറയില്ല സ്നേഹത്തിനതിരില്ല ഇനി നമ്മൾ പിരിയില്ല വി ആർ ഫ്രണ്ട്സ് പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും വി ആർ ഫ്രണ്ട്സ് ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം സ്വർഗങ്ങളെ സ്വന്തമാക്കാം ഓ മൈ ഫ്രണ്ട് നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിൻ്റെ മുഖം ഓ മൈ ഫ്രണ്ട് നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിൻ്റെ സ്വരം. ഈ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ, എൻ്റെ സ്കൂൾ അമ്പാടിമലയിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകണം, മലയാണേ. അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഈ പാട്ട് പാടിയിട്ടൊക്കെയാണ് പോണത്. എന്നാൽ സത്യമായിട്ട് സ്കൂളിലെ നമ്മൾ 12th ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സോങ് അങ്ങ് ഇടും. ഭയങ്കര സങ്കടം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീലാണ് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ. അതിൽ തന്നെ വേറെ പാട്ടുകളും ഉണ്ടല്ലോ. വേറെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പാട്ടാണ് ഭയങ്കര ഹിറ്റായത്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ ഫെയർവെൽ പാർട്ടികളിലെല്ലാം കോളേജ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നടക്കുന്ന പാർട്ടികളിലൊക്കെ എനിക്ക് ടാഗ് ചെയ്ത് ഇവർ എല്ലാവരും ഇടാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേര് ഇടാറുണ്ട് ടാഗ് ചെയ്ത്. ചേട്ടാ നമ്മുടെ ഈ നിനക്കായി സ്നേഹത്തിൻ അത് ഭയങ്കര 90s പിള്ളേരിലൊക്കെ ഭയങ്കര ഇപ്പോഴും അത് ആ ലിസ്റ്റിൽ കാണും, പ്ലേലിസ്റ്റ്. ഇത് ഞങ്ങളുടെ ലോകം സിനിമ ഓക്കെ. അപ്പൊ അതൊരു ഹിറ്റ് ആയിരുന്നല്ലോ. വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട്. അതൊന്നും നമുക്ക് കേൾക്കാമോ? ചേട്ടൻ പാടും ചേച്ചി പാടും? ഓക്കെ. നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ നിറങ്ങൾ നീരാടും കനവായിരം നെയ്തു ഞാൻ നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുണി മീട്ടും പെണ്ണെ കൊഞ്ചി വന്നണയുമേ തെന്നലിൻ മുന്നിലായി നാണം കുണുങ്ങും പൊന്നെ
നിലാവിളക്കുകൾ തെളിഞ്ഞൊരി മാനം, നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മോഹം, നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും. അടിപൊളി, സൂപ്പർ. കൈയടിച്ച് ഇനി അടിക്കുന്നില്ല. സൂപ്പർ. ചേട്ടാ, നമ്മുടെ ബ്രേക്കപ്പ് സോങ്സ് ചേട്ടന് ഫേവറേറ്റ് ഏതാണ്? അത് കൃഷ്ണയുടെ ഒരു പാട്ടുണ്ട്, അല്ലു അർജുൻ്റെ സിനിമ. വേറെ ഒരുപാട് സിനിമകളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാട്ടാണ്. അജയ് സത്യൻ, അതായത് നമ്മുടെ മനസ്സിൻ്റെ മറയില്ല, ഹാപ്പി ഡേയ്സിലെ പാട്ട് പാടിയിരിക്കുന്ന സിംഗറാണ് അജയ് സത്യൻ പാടിയ പാട്ടാണ്. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്തേ സ്നേഹം, പിൻവിളി കേൾക്കാതെ അകലുകയാണോ നീ, ചേട്ടൻ നോക്കി. അങ്ങനെ അതുകൊണ്ട് പോകും. പക്ഷെ അത് നല്ല ഫീലാണ് ആ പാട്ട്. ടാസ്കിലേക്ക് പോവാം. ഞാൻ ടാസ്കാ? ടാസ്ക് നിങ്ങൾ പറയണം. ജസ്റ്റ് പറയണേ, ഒറ്റ വാക്കാണ്, ആലോചിച്ച് പറയണം. മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ, സച്ചിനോ? ടെണ്ടുൽക്കർ. ക്ലാപ്പ് എനിക്ക് മനസ്സിലായില്ല. മമ്മൂട്ടിക്ക് ഒരു ദുൽഖർ, സച്ചിന് ടെണ്ടുൽക്കർ. ഓ, ഇത് നീ നേരത്തെ അയച്ചു. ഇല്ല ഒരു ഒരിക്കലും ഇല്ല. അടുത്തത്, ആയിരക്കണക്കിന് വാക്കുള്ള ഇംഗ്ലീഷ് വാക്ക് ആലോചിച്ച് പറഞ്ഞാൽ മതി. ആയിരക്കണക്കിന് വാക്കുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ദൈവമേ, പണിപാടി. സെവറൽ. അറിയില്ല. ഡിക്ഷണറി. ഓക്കെ. ഓക്കെ. ഇറച്ചി ചേർക്കാത്ത മന്തി ഏതാണ്? കുഴിമന്തി. ഇറച്ചി ചേർക്കാത്ത മന്തി. മന്തിയോ? ഇറച്ചി ചേർക്കാത്ത ചമ്മന്തി. നമ്മുടെ റൊണാൾഡോ ഇല്ലേ, പുള്ളിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാറ്റ് അനുഭവപ്പെടുന്നത്? കാറ്റാ? കാറ്റ്. റൊണാൾഡോ. എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. റൊണാൾഡോ ഫുട്ബോൾ, അതായത് ഫുട്ബോൾ നിറച്ച് കാറ്റാണല്ലേ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഇത് ചളി പോരട്ടെ. എന്തായിരിക്കും? കിട്ടുന്നില്ല. റൊണാൾഡോയ്ക്ക് ചുറ്റും കൊല്ലരുത്. അടുത്ത ലാസ്റ്റ് ആണ്. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആകില്ല, എന്തുകൊണ്ട്? പ്രോബ്ലംസ്. അപ്പൊ സ്റ്റാൻഡേർഡ് നമ്മളൊക്കെ വെറും. അപ്പൊ ചേട്ടാ, ഈ ഫീലിങ്സ് ഇറങ്ങിക്കഴിഞ്ഞപ്പോ സോങ് മല്ലിക ബാണന്റെ അമ്പുകൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ചേട്ടന് കുറെ റെസ്പോൺസ് കിട്ടി. റെസ്പോൺസ് കിട്ടി. അത് ആ ഫീഡ്ബാക്ക് എന്തൊക്കെയായിരുന്നു? ആരിൽ നിന്നൊക്കെ കിട്ടി? ഫീഡ്ബാക്സ് ഒരുപാട് ഇങ്ങനെ വന്നിട്ടിരിക്കും. ഇപ്പം അതിന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് സോഷ്യൽ മീഡിയ വഴി, നേരിട്ട് ഫോണിൽ കൂടി അങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുക. അതിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് തെലുങ്കിൽ ഒറിജിനൽ വെർഷനിൽ ചന്ദ്രബോസ് സാറിൻ്റെ ഒപ്പമാണ് ഞാൻ മലയാളം വരികൾ എഴുതിയിരിക്കുന്നത്. ചന്ദ്രബോസ് സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കാർ വാങ്ങിച്ച എഴുത്തുകാരനാണ്. നമ്മുടെ RRR പാട്ടില്ലേ, നാട്ട് നാട്ട് നാട്ട്, ആ പാട്ട് എഴുതിയിരിക്കുന്ന കീരവാണി സാറിനൊപ്പം ഓസ്കാർ വാങ്ങിച്ച എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ളൊരു പുഷ്പ 1ഉം 2 ഒക്കെ ചന്ദ്രബോസ് സാർ എഴുതിയിരിക്കുന്നത്. സാറ് ഒരു ദിവസം വിളിച്ച് എഴുതി കഴിഞ്ഞ് പാട്ട് റിലീസായതിനു ശേഷം വിളിച്ച് സംസാരിച്ച് ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സുഖം. ഈ പോർഷൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹുക്ക് പോർഷൻ വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിനന്ദനം. അതേപോലെ എന്താ പറയുന്ന കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പരിചയമുള്ളവർ. അങ്ങനെ ഒത്തിരി ആൾക്കാർ വിളിച്ചു, നേരിട്ട് വിളിച്ച് ഒരുപാട് പേര്. ഇപ്പോൾ ഈ റീൽസും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും റീൽസായിട്ടും
ഒരുപാട് പേര് അതിൻ്റെ കവറുകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അതെ അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഡാൻസേഴ്സ്, കൊറിയോഗ്രാഫേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലയാളീസ് മാത്രമല്ല, പല ലാംഗ്വേജിലുള്ള ആൾക്കാർ, വേൾഡിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ, അമേരിക്ക, UK, അങ്ങനെ ഒത്തിരി പേര് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഇടുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം നമുക്കേ ചേച്ചിയെ കുറിച്ച് ചോദിക്കാം. പ്ലേ ബാക്ക് സിംഗർ ആണല്ലോ, അപ്പോൾ ഏതായിരുന്നു മൂവി? ഞാൻ പാടിയത് സിജേട്ടൻ തന്നെ എഴുതിയിട്ട് സായി പല്ലവിയുടെ ഫിദ എന്ന് പറയുന്ന മൂവിയിൽ ഒരുപാട് വേറെ പാടിയിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ഏതൊക്കെ പാടിക്കുന്നത് പറയും. ഞാൻ ഭയ്യ മൈ ബ്രദർ എന്ന് പറഞ്ഞിട്ട് അല്ലു അർജുൻ്റെ പടം, അർജുനോട് ചേർന്ന് അഭിനയിച്ച പടത്തിലൊരു അത് ചേട്ടൻ തന്നെയാണ്. ഞാൻ തന്നെ എഴുതിയ സോങ് പാടിയിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഡിവോഷണൽ സോങ്സ്, കുറെ മനോരമ മ്യൂസിക്, മ്യൂസിക് അങ്ങനെയുള്ള കുറെ കമ്പനികൾക്ക് വേണ്ടിയിട്ടൊക്കെ പാടിയിട്ടുണ്ട്. സിനിമകളിൽ ഞാൻ വഴി തന്നെ പാടിക്കുന്നു. ഫിദയിലെ പാട്ടൊന്ന് പാടാമോ? മണവാളൻ വന്നേ മഴവില്ലായി വന്നേ കൺമണി നിന്നെ കൊണ്ടുപോകാനായി എന്നുമെന്നും നാളുമെണ്ണി കാത്തിരിക്കും ചിങ്കാരിക്കിലേ വന്നില്ലേ മെല്ലെ മെല്ലെ വന്നില്ലേ തേൻമൊഴി മാരനണഞ്ഞില്ലേ കൺമുന കൊണ്ടു കറക്കിയില്ലേ സ്നേഹം കൊണ്ടു മയക്കിയില്ലേ കണ്ണിൽ ചന്ദ്രനിലാവല്ലേ ഞാനും കണ്ടു കൊതിച്ചില്ലേ ആരും നോക്കിയിരുന്നിടും ആളൊരു സുന്ദരനാണല്ലേ. ഓ, ചേട്ടൻ എഴുതിയതാ? എനിക്കറിയാം, മറ്റേ തെലുങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആപ്പ്, കന്നഡയിലാണോ ശരിക്കും തെലുങ്കാണോ? അല്ല, മലയാളത്തിൽ. തെലുങ്കല്ലേ? അതെ 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 അതെ, എനിക്കറിയാം. അല്ല, ഇതിന്റെ തെലുങ്ക് വേർഷൻ ഒരുപാട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളവും ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, അല്ല, മലയാളവും ഞാൻ കേട്ടത്. ഇപ്പോഴാണ് അറിയുന്നത് പ്ലേ ബാക്ക് ഫിദയിലെ പാട്ടി ചേച്ചിയാണ് പാടിയത്. അടിപൊളി. ഇനി എന്ത് വേണം പറ, എന്ത് വേണം? ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഓ, മിണ്ടു, ഇത് വേണ്ട, തൃപ്തിയായി. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. പുഷ്പ 2 വരെ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഒരു പുഷ്പ 3യും പ്രതീക്ഷയുണ്ട്. ചെയ്തു. അപ്പൊ പുഷ്പ 3യിലെ അടിപൊളി പാട്ട് ഫീലിങ്സിനപ്പുറം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ചേച്ചിക്കും നല്ലൊരു ഫ്യൂച്ചർ ബ്ലെസ് ചെയ്യുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ താങ്ക് യു. വളരെ സന്തോഷം. ഇവിടെ വരെ വന്നു ഞങ്ങളുടെ ഒപ്പം കുറേ നേരം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തതിൽ വളരെ 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 സന്തോഷം. പിന്നെ നിൽപ്പുണ്ട് 2 ക്യാമറാമാൻമാർ, റിജോയ്ക്കും ഗോകുലിനും ഞങ്ങൾ ഒരുപാട് 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 സ്നേഹം, സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ നിത്തിക സൈനിങ് ഔട്ട്.